ഇന്നത്തെ നമ്മുടെ വീഡിയോ കാറ്ററിംഗ് സ്പെഷ്യൽ സാമ്പാർ പൗഡറാണ്. ഒരു വീഡിയോ ഒരുപാട് കൂട്ടുകാരനോട് ആവശ്യപ്പെട്ടതാണ്. നമ്മുടെ വീടുകളിൽ നിത്യ ഉപയോഗത്തിനായിട്ട് പൊടികളൊക്കെ തയ്യാറാക്കുമ്പോൾ കുറഞ്ഞ അളവിൽ ചെയ്താൽ മതി. നമുക്ക് സാമ്പാർ പൊടി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് കുറച്ച് ചേരുവകളൊക്കെ ഒന്ന് വറുത്തെടുക്കണം. ഇനിയിപ്പോൾ വറുത്തെടുക്കുന്നതിനായിട്ട് ഒരു അയൺ പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിഞ്ഞാൽ 6 കാശ്മീരി മുളകാണ് ആദ്യമേ ചേർക്കേണ്ടത്. കാശ്മീരി മുളകിന്റെ കൂടെ തന്നെ ഒരു 15 വറ്റൽമുളകും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റാം. പൊടികളൊക്കെ തയ്യാറാക്കുമ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന ചേരുവകളെല്ലാം നല്ലതുപോലെ കഴുകി ഉണക്കിയെടുത്തിട്ടുള്ളതായിരിക്കണം. മുളക് വറുത്ത് കോരി മാറ്റി കഴിഞ്ഞാൽ ഇതേ പാനിലേക്ക് 100 ഗ്രാം അളവില് മുഴുവൻ മല്ലി കൂടെ ചേർക്കാം. മല്ലിയും നല്ലതുപോലെ മൂത്ത് മണം വരുമ്പോൾ നമുക്കിതും കോരി മാറ്റാം. വീണ്ടും ഇതേ പാനിലേക്ക് 1/2 കപ്പ് അളവില് കടലപ്പരിപ്പാണ് ചേർക്കുന്നത്. നിങ്ങളുടെ വീടുകളിൽ മെഷർമെന്റ് കപ്പുകളില്ലെങ്കിൽ ഒരു ഗ്ലാസ് അളവായിട്ട് എടുത്താൽ മതിയാകും. ഒരു ഗ്ലാസ്സിൽ മുഴുവൻ മല്ലി നിറച്ചെടുത്താൽ 1/2 ഗ്ലാസ് അളവില് കടലപ്പരിപ്പ് എടുത്താൽ മതിയാകും. കടലപ്പരിപ്പും വറുത്ത് കോരി കഴിഞ്ഞാൽ 1/2 കപ്പ് അളവിൽ തന്നെ ഉഴുന്ന് ചേർത്തൊന്ന് വറുത്തെടുക്കണം. ഉഴുന്നിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുമ്പോൾ 1 സ്പൂൺ അളവില് കുരുമുളകും 1 സ്പൂൺ അളവിൽ തന്നെ ഉലുവയും ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1 സ്പൂൺ അളവിൽ തന്നെ നല്ല ജീരകം കൂടി ചേർക്കണം. ഇനി ഇതെല്ലാം നല്ലതുപോലെ മൂപ്പായി വരുമ്പോൾ ഇതൊന്ന് കോരി മാറ്റാം. ഇനി ഇതിലേക്കായിട്ട് കട്ട കായമാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ സാമ്പാറിന്റെ രുചിയും സ്വാദും വർദ്ധിപ്പിക്കാനായിട്ട് കായമാണ് നല്ലത്. 25 ഗ്രാം അളവിൽ കായം എടുത്തു കഴിഞ്ഞാൽ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കണം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് 2 സ്പൂൺ അളവില് പുഴുങ്ങലരിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തൊന്ന് വറുത്ത് കോരാം. ഇനി ഇതേ പാനിലേക്ക് 1 സ്പൂൺ അളവില് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മൾ കാണിച്ച കായം ചെറിയ പീസുകളായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടെ വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് നല്ലോണം തന്നെ ഒന്ന് മുരിയിച്ചെടുക്കാം. കായവും മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വറുത്ത് കോരിയിട്ടുള്ള എല്ലാ ചേരുവകളും ഒന്നുകൂടെ പാനിലേക്ക് മാറ്റി ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ അളവില് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി വറുത്തെടുത്ത മസാലകളുടെ ചൂടൊന്ന് ആറി വരുമ്പോഴേക്കും ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചുകൂടി എടുക്കാം. മസാലകള് ചട്ടിയിൽ തന്നെ വെക്കുവാണെങ്കിൽ നല്ലതുപോലെ ഇളക്കി കൊടുത്തേക്കണേ, അല്ലെങ്കിൽ അടിയിലുള്ള മസാല കരിഞ്ഞു പോവാൻ സാധ്യതയുണ്ട്. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ സാമ്പാർ പൊടി ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മണവും ഗുണവും ഒക്കെയുള്ള സാമ്പാർ പൊടി ഇനി ആരും കടകളിൽ നിന്നൊന്നും വാങ്ങേണ്ട. നമ്മുടെ വീടുകളിൽ ഒരു മായവും ചേർക്കാതെ തന്നെ നമുക്ക് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ ഉപകാരപ്രദമായി എന്ന് തോന്നുവാണെങ്കിൽ ചേച്ചി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.